ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ്. ഫിഖ്ഹ് പാർട്ട് 17. മസ്ഹുൽ ഹുഫൈനി, രണ്ട് ഹുഫുകളെ തടകൽ. രണ്ട് കാലുകൾ കഴുകൽ വുളൂല് നിർബന്ധമാണ്, ഫർളാണ്. ഖുർആൻ വ്യക്തമായി ആ കാര്യം പറഞ്ഞു. എന്നാൽ അതിന് പകരം കാലിൽ ധരിക്കുന്ന ഹുഫുകളെ തടവുക എന്നൊരു നിയമം ഇസ്ലാമിൽ അനുവദനീയമായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ചർച്ച മഹാന്മാരായ പണ്ഡിതന്മാർ വിശദമായി തന്നെ നടത്തിയിട്ടുണ്ട്. അത് ഒരു ചെറിയ സൂചന നമുക്ക് ക്ലാസിൻ്റെ ഇടയിൽ പറയാം. യജൂസുൽ മസ്ഹു അലൽ ഹുഫൈനി ഫിൽ വുളൂഇ ബദലൻ അൻ ഗസ്ലി റിജ്ലൈനി. രണ്ട് കാലുകൾ കഴുകുന്നതിന് പകരം വുളു എടുക്കുമ്പോൾ രണ്ട് ഹുഫുകൾ തടകൽ ജായിസാണ്. മുസാഫിരിൻ സഫറ കസ്രിൻ സലാസത്ത് അയ്യാമിൻ വലയാലിയഹുന്ന. കസറാക്കൽ അനുവദനീയമായ സുദീർഘ യാത്ര ചെയ്യുന്ന ആൾക്ക് 3 പകലുകൾ, അതിൻ്റെ രാവുകൾ ഉൾപ്പെടെ. വലിൽ മുക്കീമി യൗമൻ വലൈലത്തൻ. യാത്രക്കാർ അല്ലാത്തവർക്ക് ഒരു രാവും ഒരു പകലും 24 മണിക്കൂറും. ഈ ഒരു കാലഗണന തുടങ്ങുന്നത് എപ്പോഴാണ്? വബ്തിദാഉൽ മുദ്ദത്തി മിൻ ഹദസിൻ ബഅദ ലുബ്സിഹിമ. രണ്ട് ഹുഫുകളും കാലിൽ ധരിച്ചതിന് ശേഷം അശുദ്ധിയായുടെ മുതൽക്കാണ് യാത്രക്കാരൻ്റെ 3 ദിവസം ആരംഭിക്കുന്നത്, അല്ലാത്തവരുടെ 1 ദിവസം ആരംഭിക്കുന്നത്. ഇത് വുളൂഇന് മാത്രം അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. വയജിബു നസ്ഉഹുമ അനിൽ ഹദസിൽ അക്ബർ. വലിയ ശുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഊരിയിട്ട് തന്നെ കാൽ കഴുകൽ നിർബന്ധമാണ്. ഹുഫിനെ തടകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഷർത്തുകളാണ് പറയുന്നത്. 5 ഷർത്തുകൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഷർത്തുകൾ സസൂക്ഷ്മം വിലയിരുത്തുമ്പോൾ ഇന്ന് നാം കാലിൽ ധരിക്കുന്ന സോക്സുകളുടെ വിധി എന്താണെന്ന് കൂടെ ബോധ്യപ്പെടും. വശുറൂത്തുഹു, ഹുഫിനെ തടകാനുള്ള ഷർത്തുകൾ: 1. ലുബ്സുഹുമ അലാ തുഹരിൻ കാമിലിൻ. സമ്പൂർണമായ ശുദ്ധിയോടെ മാത്രമേ ധരിക്കാവൂ. കുളിയും വുളുവും ഉള്ള സ്ഥിതിക്ക് ധരിക്കണം. 2. സത്രുഹുമ മഹല്ലൽ ഫർളി. കാല് കൈകൾ നിർബന്ധമായ സ്ഥലത്തിന്റെ പരിധി മുഴുവനും മറയ്ക്കുന്നതാവണം. മടമ്പ് ഉൾപ്പെടെ മറക്കുന്നതായിരിക്കണം, ജരിയാണി ഉൾപ്പെടെ. 3. ത്വഹാറത്തുഹുമ അനിൽ നജസ്. ആ ഹുഫിൽ നജസുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. വഴികളിൽ നിന്നോ മറ്റോ നജസായി കഴിഞ്ഞാൽ അതിൽ തടകി നിസ്കരിച്ചാൽ സ്വഹിയാകുന്നതല്ല. 4. മൻഉഹുമ നുഫൂദുൽ മാഇ ഇല റിജ്ലി. അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ കാലിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വിധം കട്ടിയുള്ളതാകണം. 5. ഇംകാനു തർദുദി ഫീഹിമ ലിൽ ഹാജാത്ത്. അത് രണ്ടും ധരിച്ചുകൊണ്ട് യാത്രാവേളയിലും മുക്കീമിന്റെ മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചെരുപ്പിടാതെ അത് സ്വന്തം ധരിച്ചുകൊണ്ട് പോവാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കുകയും വേണം. ഇതിൽ 4ഉം 5ഉം ഷർത്തുകൾ ശ്രദ്ധേയമാണ്. വെള്ളം അതിലേക്ക് ഒഴിച്ചാൽ ഉള്ളിലേക്ക് അത് ചേരാൻ പാടില്ല, നനവ് ചേരാൻ പാടില്ല. അത് ധരിച്ചുകൊണ്ട് ചെരുപ്പില്ലാതെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കാനും സാധിക്കണം. ഈ 2 കാര്യങ്ങളും ഇന്നത്തെ സോക്സുകളിൽ പാലിക്കപ്പെടുന്നില്ല. സോക്സ് നനഞ്ഞാൽ, വെള്ളമൊഴിച്ചാൽ അത് ശരിക്ക് ഉൾഭാഗം നനയും, കാലുകൾ നനയും. മാത്രവുമല്ല, ചെരുപ്പില്ലാതെ സോക്സ് മാത്രമായിട്ട് ആരെങ്കിലും നടക്കാറുണ്ടോ? പള്ളിയിൽ കയറി നടക്കുന്ന വർത്താനല്ല ഈ പറയുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി നടക്കാൻ പറ്റണം. അപ്പം ആ രൂപത്തിൽ കട്ടിയുള്ള തോലി കൊണ്ടോ ലെതർ കൊണ്ടോ മറ്റേക്ക് ഉണ്ടാക്കുന്ന ഒരു തരം ഷൂ പോലെയുള്ള സാധനമാണ് ഹുഫ് എന്ന് പറയുന്നത്. ഈ ഷർത്തുകൾ ആകണമെന്ന് പറയുമ്പോൾ ഇന്നത്തെ സോക്സുകളിൽ തടകിയാൽ ഹുഫിനെ തടകുന്ന സ്ഥാനത്ത് പരിഗണിക്കപ്പെടുന്നതല്ല. അത്തരക്കാരുടെ നിസ്കാരം സ്വഹീഹല്ല. അവർ ഇമാമത്ത് നിന്നാൽ അവരെ കൂടെ തുടർന്ന ആൾക്കാരുടെ നിസ്കാരവും ബാത്തിലായി പോകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഹുഫയ്ക്ക് വേണ്ടി മഹാന്മാർ പറഞ്ഞ ഷർത്തുകൾ ഇതിന് ബാധകമല്ല എന്നതാണ് കാരണം. അപ്പോൾ കേരളീയ സംവിധാനത്തിൽ എന്തെങ്കിലും ഹുഫ് സാധാരണ ധരിച്ച് കാണാറില്ല. ഇനി അത് തടകുന്ന ശൈലിയും കൂടെ പറയാം. വാക്കല്ലുഹു മസ്ഫുൽ ബാലിമി നാലാഹുമ. 2 ഹുഫയുടെ മുകൾ ഭാഗത്ത് ഒന്ന് തടകിയാൽ മതി അതിൻ്റെ ചെറിയ രൂപം കിട്ടാൻ. വാക്മലുഹു മസ്ഫു അലാഹുമ വസ്ഫലിഹിമ മറത്തൻ ഹുത്തൂത്തൻ. സമ്പൂർണമായ ശൈലി മുകൾ ഭാഗവും താഴ്ഭാഗവും വരകളായിക്കൊണ്ട് ഒരു പ്രാവശ്യം തടവരാൻ. പക്ഷെ അതിൻ്റെ ശൈലി
ബിഅൻ യുമിറ യദഹുൽ യുംന ഫിൽ അഅലാ മിൻ അത്റാഫിൽ അസാബിഇ ഇലാ സാഖിഹി. വലതു കൈകൾ വിരലുകൾ അകറ്റിപ്പിടിച്ചുകൊണ്ട് വരകളായിട്ട് വിരലുകളിൽ നിന്ന് തണ്ടങ്കാലിലേക്ക് കാലിൻ്റെ പുറംഭാഗത്തൂടെ കൊണ്ടുവരിക. വയദഹുൽ യുസ്റാ ഫിൽ അസ്ഫലി മിനൽ അഖിബി ഇലാ അത്റാഫിൽ അസാബി. ഇടത്തെ കൈകളുടെ വിരലുകൾ അകറ്റിപ്പിടിച്ച് വരകളായിട്ട് മടമ്പ് മുതൽ കാൽ വിരൽ വരെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഈ ശൈലിയാണ് തടങ്ങുന്നതിൻ്റെ സമ്പൂർണമായ ശൈലി. അപ്പോൾ ഹുഫ് തടവുക എന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇത് പാടില്ല എന്ന് മുൻകാലത്ത് ചില ബിദഅത്തുകാരൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് മഹാന്മാർ പറഞ്ഞു സുന്നത്ത് ജമാഅത്തിന്റെ അടയാളം തന്നെ ഹുഫ് തടകലാണ്. അപ്പോൾ ഹുഫ് തടകുക ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്. ഹുഫ് എന്ന് പറഞ്ഞാൽ ഈ ഷർത്തുകൾ പാലിക്കപ്പെട്ടതായിരിക്കണം. ഈ ഷർത്തുകൾ പാലിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കാർക്ക് 3 ദിവസവും അല്ലാത്തവർക്ക് 1 ദിവസവും ഹുഫിൽ തടകാവുന്നതാണ്. സൗകര്യപ്രദം അതായിരിക്കും. ഇതോടുകൂടെ വുളൂവിന്റെ ഫർളുകളും ആ ഫർളിന്റെ പകരമായിട്ട് വരുന്ന ഹുഫ് തടകലും അവസാനിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് വുളൂവിന്റെ സുന്നത്തുകളാണ് പ്രതിപാദിക്കാനുള്ളത്. ആദ്യം മുതൽ അവസാനം വരെ പാലിക്കേണ്ട സുന്നത്തുകൾ സശ്രദ്ധം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.